ഹായ് നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളങ്കാവൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ സിനിമ 4 ദിവസം കൊണ്ട് 50 കോടി ക്ലബിലാണ് സിനിമ കയറിയത്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് മമ്മൂട്ടി പേജിലൂടെ ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് സിനിമയുടേതായിട്ടുള്ള ഒരു അപ്ഡേഷനും മമ്മൂക്കായോ അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനിയോ പ്രൊമോഷൻ ചെയ്യുന്നില്ല. കാരണം ഇതിനു മുമ്പ് വന്നിട്ടുള്ള മമ്മൂക്കായുടെ ഒരുപാട് സിനിമകൾ 100 കോടി ക്ലബിൽ കയറേണ്ട പല സിനിമകളും പ്രൊമോഷൻ്റെ അഭാവം കൊണ്ട് ആ സിനിമകളൊക്കെ താഴോട്ട് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ കഴിഞ്ഞ ഒരു 2-3 ദിവസം കളങ്കാവൽ എന്ന സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള പ്രൊമോഷൻ തന്നെയാണ് മമ്മൂക്കായുടെ പേജിലൂടെയും മമ്മൂക്കായും കൊടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും 4 ദിവസം കൊണ്ട് 50 കോടി ക്ലബിൽ കയറിയിട്ടുള്ള ഈ ഒരു സിനിമ അത് മലയാള സിനിമയുടെ ഒരു വലിയൊരു വിജയം തന്നെയാണ്. കാരണം വലിയ കൊമേഴ്ഷ്യൽ വാല്യൂ അല്ലാത്ത ഒരു സിനിമ, ചെറിയൊരു സിനിമ, ചുരുങ്ങിയ ബഡ്ജറ്റിൽ എടുത്തിട്ടുള്ള ഒരു സിനിമ, ഒരുപാട് സ്റ്റാർ കാസ്റ്റിംഗ് ഒന്നും ഇല്ലാത്തൊരു സിനിമ. മമ്മൂക്കായും വിനായകനുമാണ് ഇതിനകത്ത് കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത്. ബാക്കി 21 നായികമാർ അത് നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് പുതുമുഖങ്ങൾ ചേർത്തുകൊണ്ടാണ് ഈ ഒരു സിനിമ വന്നിരിക്കുന്നത്. ജിതിൻ കെ ജോസ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ. എന്തായാലും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു റെസ്പോൺസാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത്. പോരാത്തതിന് ഈ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് ആളെത്തില്ല, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് സ്ത്രീകൾ വരില്ല എന്ന് പറഞ്ഞെടുത്ത് സ്ത്രീകൾക്ക് മാത്രമായിട്ട്, എനിക്കൊന്ന് ചരിത്രത്തിൽ ആദ്യമാണ് ഒരു നടന്റെ ഒരു സിനിമ സ്ത്രീകൾ മാത്രമായി ഇരുന്ന് കാണുന്ന ഒരു ഷോ നമ്മൾ കണ്ടു. അപ്പോൾ അത്രത്തോളം പ്രൊമോഷൻ ലഭിച്ചിട്ടുള്ള ഈ ഒരു സിനിമയ്ക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ അതിന്റെ പ്രൊമോഷൻ കുറഞ്ഞു പോകുന്നു എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തോന്നിപ്പോണ്ട്. എന്തായാലും 4 ദിവസം കൊണ്ട് 50 കോടി ക്ലബിൽ കയറിയിട്ടുള്ള ഈ ഒരു സിനിമ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല കളക്ഷനിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് കൂടെ പുറത്തു വിടുമ്പോഴത്തേക്ക് സിനിമയ്ക്ക് കുറച്ചും കൂടെ മൈലേജ് കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ബാക്കിയുള്ള ഒരു 3 ദിവസം കൊണ്ട് സിനിമ ഏതാണ്ട് 20 കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത്. മൊത്തം ഈ സിനിമ 7ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് 71.2 കോടിയോളം രൂപ കളക്ട് ചെയ്തു എന്നാണ് കളക്ഷൻ ട്രാക്കേഴ്സ് അവർ പുറത്തുവിടുന്ന ഒരു റിപ്പോർട്ട്. എന്തായാലും മമ്മൂക്കായും വിനായകനും തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഈ ഒരു സിനിമ, അവരുടെ പെർഫോമൻസിനെ കുറിച്ചിട്ടൊന്നും ഇനി നമ്മൾ പറയേണ്ട ഒരു കാര്യമില്ല. കാരണം ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഒരു മൗത്ത് പബ്ലിസിറ്റിയാണ് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം ഈ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള പല ഓഡിയൻസും അവരുടെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് തന്നെ അവർ ഈ സിനിമയെ കുറിച്ചിട്ടും മമ്മൂക്കായുടെ കഥാപാത്രത്തെ കുറിച്ചിട്ടും വിനായകന്റെ കഥാപാത്രത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്ന വീഡിയോകളെല്ലാം നമ്മൾ ഇതിനടക്കം തന്നെ കണ്ടതാണ്. മലയാള സിനിമയിൽ ഒരു വലിയൊരു ചരിത്രം കുറിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ഈ മമ്മൂക്ക ഏതാണ്ട് 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്കായുടെ ഒരു സിനിമ ബിഗ് സ്ക്രീനിൽ വന്നത്. അപ്പം മമ്മൂക്കായ ഒന്ന് ബിഗ് സ്ക്രീൻ കാണാൻ വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഈ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് ഘടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും 71 കോടിയോളം രൂപയാണ് ഇതുവരെ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ പുതിയ റിലീസോ കാര്യങ്ങളൊന്നും ഇനിയില്ല. 18-ാം തീയതി ദിലീപിന്റെ ബബ്ബബ ആണ് ഇനി തിയേറ്ററിലേക്ക് എത്താനുള്ളത്. 19-ാം തീയതി അവതാർ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. അപ്പം വലിയ സിനിമകൾ തിയേറ്ററിലേക്ക് ഇനി അടുത്ത ആഴ്ച എത്തും. അപ്പം ഈ ഒരു വീക്കെൻഡിൽ 100 കോടി ക്ലബിലേക്ക് ഈ സിനിമ കയറും എന്ന് തന്നെയാണ് കളക്ഷൻ ട്രാക്കേഴ്സിന്റെ ഒരു റിപ്പോർട്ട്. പക്ഷേ ഈ പ്രൊമോഷൻ ചെയ്യുന്നതിന്റെ കാര്യത്തിൽ മമ്മൂട്ടി കമ്പനി വലിയ രീതിയിലുള്ള ഒരു വീക്കാണ് എന്ന് പലരും പറയുന്നത് പോലെ തന്നെ കഴിഞ്ഞ 4 ദിവസം ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു പ്രൊമോഷൻ ഇപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ സിനിമയ്ക്ക് കിട്ടാതെ പോകുന്നത് അത് സിനിമയെ തന്നെ ബാധിക്കും, അല്ലെങ്കിൽ സിനിമയുടെ കളക്ഷനെ തന്നെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഒരു സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ ആ സിനിമ പബ്ലിക്കിന്റെ ഇടയിലേക്ക് എത്രത്തോളം ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നു അത്രത്തോളം തിയേറ്ററിലേക്ക് പ്രേക്ഷകർ എത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ആ ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമയുടെ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനി കൊടുക്കേണ്ടത്. ഇനി നമ്മൾ തിയേറ്ററിലേക്ക് മമ്മൂക്കാടായിട്ട് കാത്തിരിക്കുന്ന സിനിമയാണ് തത്തപ്പച്ച. ആ സിനിമയിൽ മമ്മൂക്ക ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട്. ഓൾറെഡി അതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ മമ്മൂട്ടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മറ്റൊരു സിനിമ 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മമ്മൂക്കായും ലാലേട്ടനും ഒന്നിക്കുന്ന ബിഗ് സ്ക്രീനിൽ രണ്ടുപേരെ ഒരേപോലെ കാണാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ആ ഒരു സിനിമയും തിയേറ്ററിലേക്ക് എത്താനുണ്ട്. ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു ചിത്രമാണ്. 100 കോടി ക്ലബിൽ ഒരുങ്ങുന്ന ഒരു ചിത്രമാണ്. ആൻഡ്രോ ജോസഫാണ് പ്രൊഡക്ഷൻ. വലിയ താരനിര തന്നെയാണ് സിനിമയ്ക്കകത്ത് എത്തുന്നത്. തെന്നിന്ത്യൻ സൂപ്പർ താരമായിട്ടുള്ള നയൻതാര സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, അങ്ങനെ ഒരു വലിയൊരു നീണ്ട നിര തന്നെ ഈ സിനിമയ്ക്ക് എത്തുന്നത്. മൾട്ടി സ്റ്റാർ ചിത്രമായിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമ തന്നെയാണ്. അതിൻ്റെ ഒരു ടീസർ ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ലാലേട്ടനെയും മമ്മൂക്കാനെയും ഒരേപോലെ നമുക്ക് ആ ഒരു ടീസറിനകത്ത് കാണാൻ സാധിച്ചു. അപ്പം ഇനി മമ്മൂക്കാടായിട്ട് തിയേറ്ററിലേക്ക് വരാനിരിക്കുന്ന 2 ചിത്രങ്ങൾ ഇത് തന്നെയാണ്. പുതിയ സംവിധായകരുടെ ചിത്രങ്ങളും അതുപോലെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ ചിത്രത്തിലും മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തുന്നു എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന 2026 മമ്മൂക്കയുടേതായിട്ട് ഒരുപിടി നല്ല സിനിമകൾ തിയേറ്ററിലേക്ക് എത്താറുണ്ട്. അപ്പോൾ 18-ാം തീയതി ദിലീപ് നായകനായിട്ട് എത്തുന്ന ലാലേട്ടൻ ക്യാമിയോ റോളിലെത്തുന്ന
ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയും തിയേറ്ററിൽ എത്തുന്നുണ്ട്. സിനിമ കണ്ട് സിനിമയുടെ ആദ്യ റിവ്യൂമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.